ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കേട്ടതാണ്. കൊച്ചിയിൽ നിന്ന് ഒരു 13 വയസ്സുകാരി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം. ആ കേസിൽ ആ കുഞ്ഞിന്റെ അച്ഛനായിരുന്നു ഏകപ്രതിയായി ഉണ്ടായിരുന്നത്. സ്വന്തം മകളെ മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പുഴയിലെറിഞ്ഞ കേസിൽ പിതാവ് സനു മോഹനാണ് ഏകപ്രതി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് ഇന്ന് ശിക്ഷാവിധി പറയുക. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, നമ്മൾ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു കൊച്ചിയിൽ നടന്ന വൈഗ കൊലക്കേസ്. ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം പുഴയിലെറിയുകയായിരുന്നു പിതാവ് സനുമോഹൻ എന്നാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ന് ഈ കേസിൽ വിധി പറയാൻ വേണ്ടി പോവുകയാണല്ലോ പ്രത്യേക കോടതി. പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഒക്കെ പ്രതീക്ഷ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? മനു, കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ഏതാണ്ട് 2.5 വർഷം മുമ്പ് കൊച്ചിയിൽ നടന്നത്. സ്വന്തം മകളെ പിതാവ് തന്നെ മദ്യം നൽകി മയക്കി അബോധാവസ്ഥയിലാക്കിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പുഴയിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ഒരു സംഭവമാണ്. ഏറെ ഞെട്ടലോടെയാണ് അന്ന് കേരളം ഈ വാർത്ത കേട്ടത്. ഈ സംഭവം നടക്കുന്നത് 2021 മാർച്ച് 21-നാണ്. മാർച്ച് 21-നാണ് ഈ കുഞ്ഞിനെ കാണാതാകുന്നത്. പരാതി പോലീസിൽ വരുന്നത് മാർച്ച് 21-നാണ്. തൊട്ടടുത്ത ദിവസം തന്നെ കുഞ്ഞിൻ്റെ മൃതദേഹം മുട്ടാർ പുഴയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം ഒരു നിഗമനമുണ്ടായിരുന്ന, ഒരു സംശയമുണ്ടായിരുന്നത് ഈ കൊല്ലപ്പെട്ട കുഞ്ഞിനൊപ്പം കുഞ്ഞിൻ്റെ പിതാവും കൊല്ലപ്പെട്ടോ എന്നൊരു സംശയമുണ്ടായി. കാരണം ഈ കുഞ്ഞിനെ കാണാതാകുന്ന മാർച്ച് 21-ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുണ്ടായിരുന്നത് ആലപ്പുഴയിലെ ഒരു ബന്ധുവീട്ടിലാണ്. അവിടെ നിന്ന് കുഞ്ഞിൻ്റെ അമ്മയോടൊപ്പമാണ് കുഞ്ഞുണ്ടായിരുന്നത്. എല്ലാവരും അവിടെയായിരുന്നു. അവിടെ നിന്ന് ഈ സനു മോഹൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ പിതാവ് മകൾ വൈഗയെ കൂട്ടിക്കൊണ്ട് തിരിച്ച് കൊച്ചിയിലേക്ക് വരികയാണ്. അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞാണ് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരുന്നത്. പിന്നീട് കൊച്ചി കങ്ങരപ്പടിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. കങ്ങരപ്പടിയിലെ ഫ്ലാറ്റിലെത്തിച്ച ശേഷം ഈ കുഞ്ഞിന് ശീതളപാനീയത്തിൽ മദ്യം കലർത്തി അത് നൽകി. പിന്നീട് അബോധാവസ്ഥയിലായ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാത്രി വൈകി ഈ കുഞ്ഞിനെയും എടുത്ത് ഈ കുഞ്ഞിൻ്റെ മൃതദേഹവും എടുത്ത് കാറിൽ കയറ്റി ഏലൂരിലുള്ള മുട്ടാർ പുഴ, അവിടെ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇയാളും കൊല്ലപ്പെട്ടു എന്നൊരു സംശയം പോലീസിനുണ്ടായി. പിന്നീടാണ് ഇയാൾക്ക് പല സാമ്പത്തിക ബാധ്യതകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് അറിയുകയും ഇയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന സംശയം പോലീസിന് ബലപ്പെടുകയും ചെയ്തത്. അങ്ങനെ പോലീസ് വളരെ വിശദമായ അന്വേഷണം നടത്തി. ഇയാൾക്ക് പിന്നാലെ തന്നെ പോലീസ് ഉണ്ടായി. പക്ഷേ ഈ ഒരു പ്രതിസന്ധി പോലീസിന് മുൻപിലുണ്ടായിരുന്നത് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്ന സനുമോഹനെ തേടി ഏതാണ്ട് 1 മാസത്തോളം പോലീസ് തേടി നടന്നു. ചെന്നൈ, കോയമ്പത്തൂർ, കർണാടക എന്നിവിടങ്ങളിലൊക്കെ പോലീസ് അരിച്ചു പറക്കി. അതിനിടയിലാണ് ഇയാൾ മൂകാംബിക ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ലോഡ്ജിലുണ്ട് എന്ന് വരെ പോലീസിന് ലഭിക്കുന്നത്. അവിടെ നിന്ന് CCTV ദൃശ്യങ്ങളിൽ ഇയാളുടെ ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പോലീസ് ആ പരിസരത്തെത്തി. പിന്നീട് സനുമോഹന് ഇനി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം പോലീസ് വലയം തീർക്കുകയും അങ്ങനെ കർണാടകയിലെ കാർവാറിൽ നിന്ന്, ഈ കൊലപാതകം നടക്കുന്നത് മാർച്ച് 21-നാണ്, കാർവാറിൽ നിന്ന് ഏപ്രിൽ 18-ന് ഇയാളെ പിടികൂടുകയായിരുന്നു. അങ്ങനെ പിടികൂടി കൊച്ചിയിലെത്തിച്ചു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. ഇയാൾ കുറ്റം സമ്മതിച്ചു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി ഏതാനും ദിവസങ്ങൾക്കകം, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 9-ന് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഈ സമഗ്രമായൊരു കുറ്റപത്രമാണ് പോലീസ് നൽകിയത്. 240 പേജുള്ള കുറ്റപത്രം, ഒപ്പം 1200ഓളം പേജുള്ള ഡിജിറ്റൽ ഫയലൊക്കെ ഈ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണം കടം നൽകിയ അവർക്ക് തിരിച്ച് നൽകാൻ ഉള്ള ഒരുപാട് തുക ഇയാൾ തിരിച്ചു നൽകാനുണ്ടായിരുന്നു. അവരെ കബളിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ഒരു ബാധയാകുമെന്ന് കണ്ട് മറ്റൊരാളായി ജീവിക്കാൻ വേണ്ടി ഇയാൾ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു എന്നാണ് ഇയാൾ തന്നെ പോലീസിനോട് അങ്ങനെയാണ് പറഞ്ഞത്. അതാണ് ഈ കുറ്റപത്രത്തിലും പറയുന്നത്. അതിനുശേഷം പിന്നീട് വിചാരണയടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി. വിചാരണ നടപടികൾ തുടങ്ങി. അതിനുശേഷം ഏതാണ്ട് 1.5 വർഷം നീണ്ട വിചാരണ പൂർത്തിയായത് ഈ കഴിഞ്ഞ ഡിസംബർ 20-നാണ്. അതിനുശേഷം എല്ലാ നടപടികളും പൂർത്തിയാക്കി. ഇന്നിപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ, ആ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ഇന്ന് രാവിലെ 11 മണിയോടെ തന്നെ ഈ കേസിൽ വിധി പറയുന്നത്. ഇയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതാണ് കോടതി ഇന്ന് പറയുക. ഇയാൾക്ക് പോലീസ് ചുമത്തിയിരിക്കുന്നത് വളരെ നീണ്ട അന്വേഷണത്തിനും
തെരച്ചിലിനുമൊക്കെ ഒടുവിലാണല്ലോ ഈ സനു മോഹനെ പോലീസ് പിടികൂടിയത്. ഇപ്പോൾ ഇന്ന് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ പോകുന്ന, കുറ്റക്കാരനാണോ എന്ന് പറയാൻ പോകുന്ന ഈ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവുമൊക്കെ ശക്തമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പ്രതിക്ക് ഉചിതമായ ശിക്ഷ ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിലാണോ ഉള്ളത്? തീർച്ചയായും പ്രോസിക്യൂഷൻ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ കൊലക്കുറ്റമുണ്ട്. അതിനു പുറമെ ഈ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ അപായപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകുക എന്ന കുറ്റം ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അത് IPC 328 അതിന് പുറമെ തെളിവ് നശിപ്പിക്കൽ IPC 201. ഇതിനെല്ലാം പുറമെയാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 77 JJ ആക്ടും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പരമാവധി ശിക്ഷ തന്നെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, പഴുതടച്ച കുറ്റപത്രമായിരുന്നു, ഇയാൾ തന്നെയാണ് ഈ ക്രൂരകൃത്യം നിർവഹിച്ചത് എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം പ്രോസിക്യൂഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തും. സ്വാഭാവികമായും ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ളൊരു വാദം കോടതിയിലുണ്ടാകും. ഇത്തരം കേസുകളിൽ അന്ന് തന്നെ ശിക്ഷ പ്രഖ്യാപിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട് എന്നൊക്കെ ചില നിയമ മേഖലയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കോടതി ഇന്ന് രാവിലെ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഏതാനും സമയത്തിനുള്ളിൽ, ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ, ഇന്ന് തന്നെ ശിക്ഷ പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്ന സൂചനയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഉറപ്പില്ലാതെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഒരുപക്ഷെ ശിക്ഷാ പ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്കുമാകാം. എന്തായാലും ഈ സനു മോഹനെതിരായ പഴുതടച്ച കുറ്റപത്രമുണ്ട്, ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ശിക്ഷ ഇയാൾക്ക് വാങ്ങിച്ചു നൽകാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷനുമുള്ളത്. മനു. ശരി ഉമേഷ്, ഏതായാലും നമ്മുടെ നാടിനെ നടുക്കിയ, നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു, ഏറെ വേദനപ്പെടുത്തിയ ഒരു സംഭവം. ഏതായാലും ആ കേസിൽ ഇന്ന് കോടതി ശിക്ഷാവിധി, ഇയാൾ കുറ്റക്കാരനാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പോവുകയാണ്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. സാമ്പത്തിക ബാധ്യതയാണ് സനു മോഹൻ എന്ന പിതാവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ അയാളുടെ സാമ്പത്തിക ബാധ്യതകൾക്ക് ആ കുഞ്ഞ് എന്ത് പിഴച്ചു, ആ കുഞ്ഞ് ജീവൻ എന്ത് പിഴച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ക്രൂരതയ്ക്ക് ഒരു കാരണവശാലും മാപ്പു നൽകില്ല കേരളം. ഏതായാലും ശക്തമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ഉചിതമായ ശിക്ഷ വിധിക്കും കോടതി എന്ന വലിയ ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷനും പോലീസിനും ഉള്ളത്. ഏറെ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ്, വളരെ തന്ത്രപരമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ സനു മോഹനെ പോലീസ് പിടികൂടിയത്. വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ ഒളിവിൽ താമസിക്കുകയായിരുന്നു, മൊബൈലൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് പോലീസ് അയാളെ പിടികൂടുകയായിരുന്നു. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്.